കഴിഞ്ഞ 10 വർഷം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങിലൂടെയാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കേന്ദ്ര സർക്കാരിന്റെ പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾക്കിടയിലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ പലതും നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് കിഫ്ബി വഴിയാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലമാക്കാനും നമുക്ക് സാധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ നിർണായകമായ ഇടപെടലാണ് കിഫ്ബി വഴി നടത്താൻ സാധിച്ചത്. കഴിഞ്ഞ 10 വർഷം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങിലൂടെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾ കേരളത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരികയുണ്ടായി. ബഡ്ജറ്റിലൂടെ അനുവദിക്കുന്ന തുക പരിമിതമായതുകൊണ്ട് തന്നെ മേജർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ പലതും, ഇപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ദേശീയപാതയുടെ വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, ഇങ്ങനെ തുടങ്ങി തുരങ്കപാത, ഇങ്ങനെ തുടങ്ങി നിരവധി കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള ജനങ്ങളുടെ പൊതു താല്പര്യമനുസൃതമായ പദ്ധതികൾ. ഭാവി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കോടാനുകോടി രൂപയുടെ ആവശ്യമാണ് വന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ഓരോ ജില്ലകൾ നോക്കിയാൽ ജില്ലകളിലെ നിരവധിയായ മേൽപ്പാലങ്ങൾ, റോഡിൻ്റെ വികസനം BMBC നിലവാരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത്, സർക്കാർ സ്കൂളുകളുടെ ബഹുനില കെട്ടിട നിർമ്മാണങ്ങൾ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ ഓഫീസുകൾ, റവന്യൂ താലൂക്ക് നിലവാര ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും, അതുപോലെ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികൾ, ഇങ്ങനെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ്. ഭരണ പ്രതിപക്ഷ മണ്ഡലങ്ങൾ വ്യത്യാസമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. എൻ്റെ മണ്ഡലത്തിൽ നെടുമങ്ങാട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2000 കോടിയോളം രൂപ കിഫ്ബി ഫണ്ടിലൂടെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് മാത്രമാണ് നെടുമങ്ങാടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന പഴയിലയിൽ നിന്ന് പഴകുറ്റിയിലേക്ക് പോകുന്ന, നെടുമങ്ങാടേക്ക് പോകുന്ന 9.5 കിലോമീറ്റർ റോഡ് തിരുവനന്തപുരം നഗരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമെന്ന നിലയിൽ, തൊട്ടടുത്ത പട്ടണമെന്ന നിലയിൽ നെടുമങ്ങാടിൻ്റെ മുഖച്ഛായ മാറാൻ ഏറെ സഹായിക്കുന്ന ആ 4 വരി പാത 1300 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. 1-2 റീച്ചിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. 3ാമത്തെ റീച്ചിലെ വസ്തു ഉടമകളുടെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 റീച്ചായി ആ പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ നെടുമങ്ങാട് നിന്ന് MC റോഡ് NH പോകുന്ന, മംഗലാപുരത്തേക്ക് പോകുന്ന പഴകുറ്റി മംഗലാപുരം 20 കിലോമീറ്റർ റോഡ്, അത് 2 റീച്ചിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 1 റീച്ചിൻ്റെ വസ്തു ഉടമകളുടെ പണം കൊടുക്കുന്ന വർക്കിലേക്ക് നീങ്ങുകയാണ്. കണിയാപുരത്തെയും പെട്രോഡിലെയും മേൽപ്പാലങ്ങൾ, അണ്ടൂർക്കോണം പഞ്ചായത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ദൈനംദിനം അനുഭവിക്കുന്ന ദുരിതമാണ് റെയിൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. റെയിൽവേ ഉണ്ടായ നാൾ മുതൽ ഉള്ള ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം ഉണ്ടാകണമെന്നത്. എന്നാൽ ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. 100 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് വസ്തു അക്വയർ ചെയ്യുന്ന നടപടിയിലേക്ക് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. നെടുമങ്ങാട് ആശുപത്രി താലൂക്ക് ജില്ലാ നിലവാരത്തിലേക്ക് എത്തുമ്പോഴും കെട്ടിടങ്ങളുടെ പരിമിതികൾ കാരണം വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക്.
ആ ജില്ലാ ആശുപത്രിക്ക് 90 കോടി രൂപ അതിൻ്റെ പദ്ധതി ഈ വരുന്ന 22-ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുപോലെ തൊട്ടടുത്ത് നെടുമങ്ങാട് മാർക്കറ്റ്. നെടുമങ്ങാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമാണ് ചന്ത സമരം. മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങൾ. ആ മാർക്കറ്റ് സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു കമ്പോളമാണ്. നെടുമങ്ങാട് മാർക്കറ്റ് ആധുനിക നിലയിലേക്ക് മാറാൻ 30 കോടി രൂപയുടെ പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് പട്ടണത്തിലെ ഗവൺമെൻറ് കോളേജ്, കെ.വി. സുരേന്ദ്രനാഥ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്, അതിൻ്റെ വിവിധ ബ്ലോക്കുകൾക്ക് കുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ, പെൺകുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യങ്ങളടക്കം 10-13 കോടി രൂപ ആ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച് അതിൻ്റെ നല്ലൊരു ഘട്ടം പ്രവൃത്തികൾ പൂർത്തിയാവുകയുണ്ടായി. അതുപോലെ പോളിടെക്നിക്കിൻ്റെ കാര്യം, അതുപോലെ റെസ്റ്റ് ഹൗസിൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ് കാലത്താണ് ആ പ്രവൃത്തി ആരംഭിച്ച് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 48 ലക്ഷം രൂപയിലധികം വരുമാനമുള്ള ഒരു കേന്ദ്രമായി അത് മാറുകയുണ്ടായി. അതുപോലെ തൊട്ടടുത്തുള്ള റവന്യൂ ടവർ, താലൂക്ക് റവന്യൂ ഓഫീസ്, ആ നിർമ്മാണവും ഈ ഗവൺമെൻറ് കാലത്ത് തുടക്കം കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ 3-ാം വർഷം അത് പൂർത്തിയാക്കാനും കഴിഞ്ഞു. അതിന് ഏകദേശം 9.5 കോടി രൂപ ചെലവഴിച്ചു. നഗരത്തിലെയും നെടുമങ്ങാട് മണ്ഡലത്തിലെയും 11 ഗവൺമെൻറ് സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾക്ക് 1 കോടി മുതൽ 5 കോടി 6 കോടി രൂപ വരെ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്കൂളിലെ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി പദ്ധതികൾ കിബി കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാക്കാൻ ഒരു മണ്ഡലത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ ഓരോ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ കിബിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് കിബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ വിപുലമാക്കാനും നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ലഭ്യമാകാനുള്ള വഴികളേതാ? ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. 2 സംസ്ഥാനത്തെ വിഭവങ്ങളുടെ ശേഖരണത്തിലൂടെ ധന സൗകര്യം മെച്ചപ്പെടുത്തിയെടുക്കലാണ്. നമ്മുടെ ധനസ്ഥിതി മേജർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അത്തരം സാഹചര്യത്തിലാണ് പുതിയ വഴി തേടുന്നതിൻ്റെ ഭാഗമായി കിബിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖം തിരിച്ചത്. വിമർശനങ്ങൾ എന്തെല്ലാം പറയുമ്പോഴും ഇത്രയേറെ അടിസ്ഥാന സൗകര്യ വികസനം, അതിലൂടെ ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക നേട്ടം, വലിയ പുരോഗതി, ആ ഭാഗം നമ്മൾ കാണാതിരുന്നാലോ? യാതൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വിമർശനങ്ങളൊന്നുമേ ഉണ്ടാകില്ല. എന്നാൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായി ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അതിൽ വസ്തുതയുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്തരം പ്രവർത്തികൾ നമ്മുടെ നാടിന് എത്ര ഗുണം ചെയ്തു എന്ന നില എടുക്കുമ്പോഴാണ് കിബി ഫണ്ടിലൂടെ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ. ഇപ്പം വയനാട് തുരങ്കപാത, 3 മണ്ഡലത്തിൽ 2 മണ്ഡലവും പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷം നോക്കിയിട്ടല്ലല്ലോ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണം. ദേശീയപാത, മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ആ ദേശീയപാത നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ കഴിയുന്നത്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും മലപ്പുറത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ ജനങ്ങൾക്ക് കേരളത്തെ ഒരു യൂണിറ്റാക്കി കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ഭാവനാപൂർവമായി തയ്യാറാക്കിയത്. അതിൻ്റെ വിമർശനങ്ങളുടെ പോർഷൻ എന്താണെന്നോ അത് ഉൾക്കൊള്ളാൻ, ആ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ എപ്പോഴും ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ളതാണ് സത്യം.